നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അയർലൻഡിലെ പുതുതായി നിലവിൽ വന്ന സീസണൽ വർക്ക് പെർമിറ്റിനെ കുറിച്ചാണ്. എന്താണ് സീസണൽ വർക്ക് പെർമിറ്റ്? ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്? മാത്രമല്ല, ഏതൊക്കെ ജോലികൾക്കാണ് ഈ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത്? ഇത് എത്ര നാളത്തേക്കാണ് കിട്ടുന്നത്? വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. മാത്രമല്ല, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് കിട്ടാനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വച്ചേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്ന സീസണൽ വർക്ക് പെർമിറ്റുകൾ 2025 ജനുവരിയോടെ നിലവിൽ വരുന്നതാണ്. ഈ പെർമിറ്റിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള യൂറോപ്യൻ ഇതര നാഷണാലിറ്റികളെ, അതായത് യൂറോപ്യൻ എക്കണോമിക് ഏരിയയ്ക്ക് പുറത്തുള്ള പൗരന്മാരെ അയർലൻഡിലെ ഓരോ ജോലിയുടെയും സീസൺ അനുസരിച്ച് 7 മാസം വരെ ദൈർഘ്യത്തിൽ അയർലൻഡിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു വിസ സിസ്റ്റമാണ്. ഇത് അഗ്രികൾച്ചർ, ടൂറിസം, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, ഹോം കെയർ മേഖല, ഇവിടെയൊക്കെ ആവശ്യമെങ്കിൽ സീസൺ അനുസരിച്ച് ഈ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റുകൾ പുതുക്കാനും സാധിക്കുന്നതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 2 മുതൽ നിലവിൽ വന്ന നിയമമനുസരിച്ച് സീസണൽ വ്യവസായങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ സീസണൽ വർക്ക് പെർമിറ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടുന്ന പ്രധാന ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് അയർലൻഡിലെ ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർക്കോ എൻ്റർപ്രൈസസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന സീസണൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം മുതൽ തന്നെ ഈ വർക്ക് പെർമിറ്റിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങൾ വരുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന ഡോക്യുമെൻറ്റുകൾ? പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ വാലിഡിറ്റിയുള്ള ഒരു പാസ്പോർട്ട്, PCC പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ജോബ് ഓഫർ ലെറ്റർ, ഒപ്പം നിങ്ങളുടെ വർക്ക് പെർമിറ്റ്, ഇതെല്ലാം കൂടെ വെച്ച് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചില പ്രത്യേക മേഖലകളിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായി വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സീസണൽ വർക്ക് പെർമിറ്റ് ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ ചിലപ്പോൾ അല്പസ്വല്പം ലാഗ് ഉണ്ടായേക്കാം. എങ്കിലും ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വഭാവം വെച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ശരിയാകാനുള്ള സാധ്യത കൂടുതലുമാണ്. ഈ അവസരം അറിഞ്ഞ് ധാരാളം ഏജൻറ്റുമാർ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ ചതിയിൽ പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഒരു ഏജൻറ്റിൻ്റെ ആവശ്യവുമില്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ പരിശോധിച്ച് നിയമങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് ക്രമീകരിക്കുക. അല്ലെങ്കിൽ അയർലൻഡിൽ നിന്ന് തന്നെയുള്ള ഏജൻറ്റുമാർ ആയിരിക്കണം. അവരാകുമ്പോൾ ഒരു പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ ഓർക്കണം, ഇത് വെറും 7 മാസത്തേക്കുള്ള ഒരു വിസയാണ്. അതുകൊണ്ട് തന്നെ വെറുതെ കാശ് കൊടുത്ത് ഇങ്ങോട്ടേക്ക് കയറി വരാൻ ശ്രമിക്കരുത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ജോലിക്ക് വരാതിരിക്കുന്നതാണ് ബുദ്ധി. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം, പൈസ ചിലവില്ലെങ്കിൽ 7 മാസം വന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുമായി തിരിച്ചു പോകാൻ നോക്കുക. കാരണം കാശ് കൊടുത്ത് വരാൻ നിന്ന് കഴിഞ്ഞാൽ വിസ എക്സ്റ്റൻഷൻ കിട്ടാനും പാടാണ്. നിങ്ങൾക്ക് 7 മാസം കിട്ടുന്നതിൽ കൂടുതൽ പൈസ ഏജൻറ്റിന് കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും എടുത്തു ചാടി ചതിയിൽപ്പെടാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.